ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ടും വെറൈറ്റിയിലും ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ്റെ 2 റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ചിക്കനിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, അതല്ലെങ്കിൽ പേസ്റ്റ്, പിന്നെ കുറച്ച് സവാള, അതുപോലെ തന്നെ തൈര്, ഇത്രയും കൂടി ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നമ്മൾ റെഡിയാക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. തിളച്ചൊക്കെ വരുന്ന സമയത്ത് എണ്ണ തെളിയുന്ന ആ ഒരു സമയത്ത് നല്ല കളർ കിട്ടും. ഇതുപോലെ ലാസ്റ്റ് കുറച്ച് എരിവുള്ള മുളക് പൊടി, കളറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പൊടി മാത്രം, അതുകൂടി ചേർത്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ടൊമാറ്റോ, ഒണിയൻ, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ഇതിനു വേണ്ടി എടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജീസും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രം തന്നെ എടുക്കണം കേട്ടോ. സാധാരണ നോർമലായിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചിട്ട് കറി ആകെ കേടായി പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ നല്ല ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് ഓയിലൊന്നും ചേർക്കരുത് കേട്ടോ. വെറുതെ വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വെജീസ് എല്ലാം ഓൾറെഡി കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മഴ കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പുറത്ത് ഇതുപോലെ നല്ല മഴ പെയ്യുമ്പോൾ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക്, ഇത്തിരി ഏലക്കായയുടെ പൊടി കൂടി ചേർത്ത് സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആ വൈറ്റ് കളറിൽ കണ്ടില്ലേ. ഇനി ഈ പൊടികളും കൂടി ചേർത്ത് ഈ സവാള നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആ പൊടികളും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരും. ഇനിയാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് അത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി മിക്സായി സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ, അപ്പോൾ നേരത്തെ ഞാൻ ചെയ്തത് 2 റെസിപ്പീസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതിലേക്ക് അല്പം പുളിയില്ലാത്ത തൈര്, അപ്പോൾ ഹോം മെയ്ഡ് തൈരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ചെറിയ പുളി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ആ ഒരു കണക്കിന് ലൂസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമ്മൾ വെന്ത് വന്നിട്ടുള്ള ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുള്ള ചിക്കനിലേക്ക് ഈ ഒരു പേസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ, ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ അടച്ചു വയ്ക്കണം. അപ്പോൾ ആ ചിക്കൻ കറി അവിടെ ഇരുന്ന് റെഡിയാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, അത് ഇതുപോലെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് കറി ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. അതല്ലെങ്കിൽ തേങ്ങ കരച്ച് ചേർത്തുകൊണ്ടേ ചിലപ്പോൾ അടിയിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കറി.
ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഓയിലും കൂടി ചേർത്ത് അതും ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചും കൊടുക്കുക, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈ ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ കണ്ടത്. അത് ഞാൻ പറയാം. അപ്പോൾ ചിക്കൻ അടച്ച് വെച്ച് ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഈ സമയത്ത് ഒഴിക്കണില്ല. ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം റെഡിയായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം ബ്രെഡ് ക്രംസും അതുപോലെ തേങ്ങ ചിരവിയത്. നമ്മൾ തേങ്ങ ചിരവിയത് വലിയ വലിയ പീസാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരുപാട് നല്ല കമൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വന്ന് കഴിച്ചപ്പോൾ റെസിപ്പി ചോദിക്കുകയും നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നല്ല കമൻറ്റ് കിട്ടിയ റെസിപ്പിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണതാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തതിന് ശേഷം അത് ഒന്നും കൂടി ഒന്ന് ചെറിയ തീയിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് രമ്പയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രമ്പയിലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം കറിയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കറിക്കൊരു ഷോ കിട്ടണമെങ്കിൽ ചെറിയൊരു താളിപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും പിന്നെ കസൂർ മേത്തിയുടെ ലീവ്സാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഓയിലിലേക്ക്. അതും കൂടി ചേർത്ത് താളിച്ചൊഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ കറി റെഡിയാവും. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പിലുള്ള ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഇതുപോലെ ഒരു വെറൈറ്റി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള 2 ഐറ്റമാണത്. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഗീ റൈസിൻ്റെയും പത്തിരിയുടെയും കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പത്തിരി റെഡിമെയ്ഡായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഗീ റൈസും സിമ്പിളായിട്ട് കുക്കറിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്കും ചോറിനും ഏതിനും മാച്ച് ആകുന്ന 2 വെറൈറ്റി ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്തത്. ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പപ്പായ ഇങ്ങനെ പഴുത്ത് നിൽക്കണുണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്നും മാറ്റാൻ പറ്റില്ല കേട്ടോ. അതെ, ഇത്രയും പഴുത്തിട്ടാണ് കണ്ടോ കിട്ടിയത്. അപ്പോൾ അത് സ്കിന്നൊന്നും പീൽ ചെയ്ത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ, ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിച്ചാൽ മതി. നല്ല അടിപൊളി പപ്പായായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കമൻറ്റ് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനുള്ളൂ എന്ന്. ഇതൊന്നും കുട്ടികൾക്ക് കൊടുത്താൽ കഴിക്കില്ല കേട്ടോ. നല്ലത് തന്നെ ചെത്തി കൊടുത്താൽ കഴിക്കാറില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും അവർക്ക് ഇഷ്ടമല്ല കഴിക്കണത്. അപ്പം ഞാൻ ഫുഡിൻ്റെ കൂടെ കുറച്ച് സാലഡ് കൂടി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്